ആര് പറഞ്ഞ് ഇടിച്ചു വെച്ച് തരും. ഇപ്പൊ ടൈം ഏകദേശം 6:20 അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. നമ്മൾ ഓടാൻ പോകണം. ഇന്ന് ഓടാൻ പോകണത്തിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 12 കിലോമീറ്ററാണ് ഓടാൻ പോണേ. ലേറ്റർ 12 കിലോമീറ്ററാണ് ഓടാൻ പോണേ. 6 കിലോമീറ്റർ അങ്ങോട്ടും 6 കിലോമീറ്റർ ഇങ്ങോട്ടും. സ്റ്റേ ഹാർഡ്. കുറച്ച് റിസ്ക് എടുക്കണം നമ്മൾ. ആദ്യമായിട്ടാണ് അത്രയ്ക്ക് ഓടാൻ വേണം. എന്താണെന്നല്ല, എന്തായാലും എന്ത് പറ്റിയ റിസ്ക് ആയാലും നമ്മൾ ഓടും. അത്രയ്ക്ക് വരാറുള്ളൂ. അപ്പോൾ ഗൈസ് ഇപ്പോൾ ടൈം 6:24 1 മണിക്കൂറും അരമണിക്കൂറും 1 മണിക്കൂറും 29 മിനിറ്റ് വേണമെന്നാണ് പറഞ്ഞത്. 5.7 കിലോമീറ്റർ ഓടാൻ. നമ്മളതിൻ്റെ മുന്നേ എത്തുന്നതാണ് പറഞ്ഞത്. ക്യാമറാമാനൊക്കെ അവിടെ ഒക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ പോകാൻ സ്റ്റാർട്ട് ചെയ്യണേ. നമുക്ക് എന്താ പേടി, നമുക്ക് ടൈമൊന്നും നോക്കണ്ട. അതാ തുടങ്ങില്ലോട്ടെ. തുടങ്ങി ഗൈസ്. അപ്പോൾ ഗൈസ് ശരിക്കും പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച മാതിരി ഒന്നല്ല കാര്യങ്ങൾ. കഴിയൂല. ഇല്ല ഇല്ല. അപ്പോൾ നല്ല ടഫാണ്. ഞാൻ ആദ്യം ദിവസം സൈക്കിളൊക്കെ എടുത്ത് പോയിരുന്നു. അതിനോണ്ട് ഞാൻ സിമ്പിളാവുന്ന വിചാരിച്ചിരിക്കുകയാണ് ഊർക്കളൊക്കെ പോയത്. പക്ഷെ അതിൻ്റെ പകുതി പോലും എത്തില്ല. അപ്പോൾ തന്നെ കുഴങ്ങാൻ അത്രയും കുഴങ്ങി. രാവിലെ നീറ്റോണ്ടാവുന്ന തോന്നുന്നത്. നമ്മൾ വിചാരിച്ച കഴിയാത്തായിട്ടൊന്നുമില്ല. പക്ഷെ ഇത് കഴിയൂല. കുറേ പ്രാക്ടീസ് ഉണ്ടെങ്കിലേ കഴിയുള്ളൂ. നടക്കൂല. നമുക്ക് കുറച്ച് റിസ്ക് എടുക്കണം. നമ്മൾ ആദ്യത്തെ അത്ര കുറവാണ്. എന്താണെന്നല്ല, എന്തായാലും എന്ത് പറ്റിയ റിസ്ക് ആയാലും നമ്മൾ പോകും. അത്രയ്ക്ക് വരാൻ പറ്റും. എത്രത്തോടത്തേക്ക് എത്താം. കയ്യൊക്കെ വീഡിയോ എടുക്കാൻ പോലും ക്യാമറ ഒന്നും. അത്രയും വയറൊക്കെ കൊളുത്തി പിടിച്ച് രാവിലെ നീറ്റ് എന്താണെന്ന് തോന്നുന്നത്. എന്തായാലും ആവട്ടെ, നമുക്ക് അതുവരെ. ക്യാമറ എവിടെ പോയി? ക്യാമറമാൻ നമുക്ക് കയ്യിനോട്ടത്തെ പോയിട്ടില്ല. അപ്പോൾ ഗൈസ് ഇത് ഏത് നിമിഷം തോന്നിയ ചലഞ്ചാണെന്ന് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും അത് തോന്നിയപ്പോൾ തന്നെ ക്യാമറമാനെ കൂട്ടി ഇറങ്ങിയതായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഊർക്കാടൊറ്റ പോയി അവിടെ നല്ല വ്യൂ ഉണ്ടായിരുന്നു പാലത്തിൻ്റെ അടിക്ക്. ഇത് ഊർക്കട പോയിട്ട് പുഞ്ചപ്പാടൊറ്റ പോയിട്ട് അന്ന് ചായ കുറിച്ച് ഇങ്ങോട്ട് വരാമെന്ന് വിചാരിക്കുന്നു. അത്രയ്ക്കേ കഴിയുള്ളൂ. ഇനിയുണ്ട് നടക്കാൻ. കാലൊക്കെ കടഞ്ഞിട്ട് എന്ത് കഷ്ടപ്പാടാത്തൊക്കെ. സൈക്കിൾ മാത്രമാണ് ചെയ്തത്. പിന്നെ സൈക്കിളിൻ്റെ ബ്രേക്ക് ഇട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നടന്നാൽ വന്ന്. എന്നിട്ട് എനിക്ക് അത്ര പണിയൊന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് രാവിലെ ആയതുകൊണ്ട് തന്നെ വേറെ ഒന്നും പറയല്ല. ഒരു രാവിലെ അത്ര എനർജി കിട്ടുമോ അല്ല, അത്ര അങ്ങനെയല്ല. രാവിലെ ആകുമ്പോൾ എന്തൊക്കെയോ സീൻ അങ്ങനെയാണ്. അപ്പോൾ ഇനിയൊരു 51 മിനിറ്റും കൂടി ഉള്ളായിരുന്നു. നമ്മൾ ഏകദേശം അത്യാവശ്യം കുറേയൊക്കെ ട്രാവൽ ചെയ്തിരുന്നു. എത്ര കിലോമീറ്റർ ആണ് അത് നോക്കണം. ഞാൻ അവിടെ കൊടുക്കായിരുന്നു. നല്ല ടാസ്ക് തന്നെയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ചായ അടിക്കാൻ കയറാൻ വിചാരിച്ചപ്പോൾ ഭയങ്കര ടാസ്ക്. ചായ അടിക്കാൻ കയറാമെന്ന് വിചാരിച്ചപ്പോൾ തന്നെ വീഡിയോ ഉള്ള ആൾക്കാർ ആകെ ഒരു വീഡിയോ തുറന്നിട്ടുള്ളൂ. പക്ഷെ ആ വീഡിയോ നിറച്ച ആൾക്കാരാണ്. ഇവിടേക്ക് നല്ല വ്യൂ ഉണ്ട് കേട്ടോ. കാണിച്ചു തരാം.
താഴെക്കണ്ടൊക്കെ നല്ല വ്യൂ ആണ്. എന്തായാലും നമ്മൾ എവിടെയെങ്കിലും എത്തിയിട്ടാണ്. ഗായ്സ് തമ്പനയിൽ ഉണ്ടാക്കാൻ വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ വെച്ചപ്പോ ചോട്ടയാണ് അതിനും വലിയ ഇൻട്രോവേർട്ട്. ഇപ്പം വണ്ടി വരുമ്പോ നടക്കുക, എന്നിട്ട് ഒരു നല്ല ഫോട്ടോ കിട്ടിയില്ല. ഇനി എന്ത് വെച്ച് തമ്പന ഉണ്ടാക്കുന്ന ആർക്കറിയാം. അപ്പോഴാണ് വണ്ടികളുടെ സംസ്ഥാന സമ്മേളനം. എത്ര വണ്ടിയാണ് പോണത്? എല്ലാം ഒരു വണ്ടി ഇല്ലേ, സത്യം ഉള്ള അറിയാലോ. അതങ്ങനെയാണ്. എന്തായാലും ആവട്ടെ, നമ്മൾക്ക് എന്തായാലും എവിടെയെങ്കിലും എടുത്ത് എത്തിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ അങ്ങനെ പീടിയേൻ്റെ അവിടെ എത്താനായിട്ടുണ്ട്. പക്ഷേ പീടിയയിലാണെങ്കിൽ നിറച്ചും അവിടെ അടുത്തുള്ള ഇവലാണ്, അടുത്തുള്ള പണിക്ക് പോകുന്നവരൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെയാണ് പീടിയയിൽ നിറച്ച്. അതിനോണ്ടാണ് ഫോൺ എടുത്തിട്ടൊന്നും ഉണ്ടാക്കുന്നത്. വീട്ടിൽ നിന്നിട്ടാണ് വോയിസ് ഓവർ എടുക്കുന്നത്. ഒരു 2 പൊറോട്ടയും പിന്നെ 2 ചായയും വാങ്ങി. പൊറോട്ടയ്ക്ക് തന്നെ കറിയില്ല, അതൊക്കെ വരുന്നതാക്കി പറയുന്നുണ്ട്. എന്തായാലും ഇത്ര തന്നെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ കേട്ടോ എന്നോട് കക്കോയിലിരിക്കാന്ന് പറഞ്ഞതാ. കക്കോയിൽ പീടിയയിൽ കയറാറില്ല. ഇവ അപ്പോത്തിന് ചാടി കയറിട്ട് അവിടെ പൊറാട്ടയും നല്ല കിണ്ണം ചായ ഒക്കെ ഉണ്ടായിട്ട് ചായയും പൊറാട്ടയും പോയി. പൊറാട്ടയ്ക്ക് കറിയില്ല. ആര് പറഞ്ഞ് ഇടിച്ച് വെച്ച് തരൂ. എന്നിട്ട് ചായ പിടിച്ചിട്ട് അതും ടേസ്റ്റ് ഇല്ല. കക്കോയിലിരുന്നു ഇടിച്ച് വെച്ചോട്ടുണ്ടോ അവനക്ക്? ഞാൻ ആർക്കുണ്ട് അങ്ങനെ ഇങ്ങോട്ട് ചാടി കയറുന്നത്? ജോലിക്കിരുന്ന പോയിട്ട് ഇനി എന്തായാലും നമുക്ക് കക്കോന്ന് ചാടിക്ക ചേച്ചി. പൈസ ഇന്നതാ പോണേ. ഇവനെ വീഡിയോ ക്യാമറാമാൻ ആക്കിയിട്ട് പൈസ കൊടുക്കാറുണ്ട്. ഇവ എവിടെ വീഡിയോ എടുത്ത് ഞാനാ ഫുള്ള് വീഡിയോ എടുക്കുന്നത്. നീ പെരയിലേക്കല്ലാതെ പിന്നെ പാർട്ടിക്കാണോ പോണ്? ഇറങ്ങണോ ഓടി. ഇപ്പൊ കക്കോന്ന് നമ്മൾ തിന്നിട്ടുണ്ട്. നല്ല ഉണക്ക ടേസ്റ്റ്. പൊറോട്ട കറി ഉണ്ടായിരുന്നു. ഏകദേശം ചിക്കൻ കറി അല്ലോട്ടെ, ആട് കറിയാണ്. ചിക്കൻ കറി തന്നെയാണ്. അപ്പോൾ ചിക്കൻ കറി എന്തുണക്ക ടേസ്റ്റ്. ഇത് നല്ല കോരി തന്നെയായിരുന്നു. കോരിത്തെ പൊറോട്ട കറി ഇല്ലാതെ തന്നെ പിന്നെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്തേലും ആവട്ടെ. ഇപ്പോൾ വീട്ടിലെത്തിയിട്ടാണ്. അപ്പോൾ ഏകദേശം നമ്മൾ എത്ര കിലോമീറ്റർ ആണെന്ന് വീട്ടിലെത്തിയിട്ട് പറയാം. കാരണം അറിയില്ല. അപ്പോൾ ഗൈസ് നമ്മൾ നടന്ന ഏകദേശം 2.1 കിലോമീറ്ററാണ്. അതായത് നമ്മൾ 5.7 കിലോമീറ്റർ ദൂരക്കടവേക്ക് നമ്മൾ നടന്ന് 3.6 കിലോമീറ്റർ ദൂരത്തേക്ക്. ഇനി 3.6 കിലോമീറ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് കുറയ്ക്കുകയാണെങ്കിൽ 2.1 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. 2 കിലോമീറ്റർ ഏകദേശം അപ്രോക്സിമേറ്റ് ചെയ്ത് കൂട്ടുക. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ടും അങ്ങോട്ടും കൂടി 4 കിലോമീറ്റർ നടന്ന്. അപ്പോൾ തന്നെ നല്ല സീനാണ്. അത്യാവശ്യം നല്ല ടഫ് തന്നെയാണ്. ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് എന്താ പറയുക, രാവിലെ കണ്ടാണ് തീരെ നടക്കാൻ കഴിഞ്ഞില്ല. പിന്നെ അവിടത്തെ ഊർക്കടത്ത് നടന്നാൽ അവന് ട്യൂഷന് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നെ അവിടുത്തെ ആക്കി. ഇറന്നില്ല, കാരൊക്കെ കടഞ്ഞിട്ട് ചെയ്യുക. അങ്ങനെ പോയി വന്നിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളൂ. വിജയിച്ചില്ല, നമ്മളെ ചലഞ്ച് വിജയിച്ചില്ല. അപ്പോൾ എന്തായാലും വേറെ ചലഞ്ചായിട്ട് പിന്നെയും കാണാം. അത് തന്നെ പറയാനുള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. റോഡ് ടു 1K ആണ്. കാലെല്ലാം വേനെടുത്തിട്ട് പോയേ. എന്താന്നല്ല 10 രൂപ അടി വെച്ചാൽ തന്നെ കാലടിക്കുന്ന ടീംസാണ്. അപ്പോൾ ഇന്നെന്തായാലും നല്ല സീനാവും. എന്തായാലും വരുന്നിടത്ത് കാണാം. അത്ര തന്നെ.